Welcome to Lizabeth's World. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെജിറ്റബിൾ കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാൻ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് അത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര വേണ്ട, അതുപോലെ മൈദ ഉപയോഗിക്കുന്നില്ല. അതിന് പകരം ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. മധുരത്തിന് പകരം എരിവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ഗോതമ്പ് പൊടി ബേക്കിംഗ് പൗഡർ ഇവിടെ ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ ഇട്ടിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബോളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. അത് നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പം മുട്ട ഞാൻ കുറച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ, അത് ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇടയ്ക്ക് ആവശ്യാനുസരണം വേണം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഒഴിക്കാം. കുറച്ച് പാൽ ഒഴിച്ചിട്ടുള്ളൂ. ഇനി കുറച്ച് ഉപ്പിടാം. ഉപ്പ് നമുക്ക് ഈ വെജിറ്റബിളിനൊക്കെ കൂടാനുള്ള ഒരു കണക്കിന് വേണമെങ്കിൽ ഇടയ്ക്ക് നോക്കിയിട്ട് പിന്നെ ഇടാം. കുറച്ച് ഉപ്പിട്ടു. കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, അധികം വേണ്ട, കുറച്ച് മതി, ഒരു 2 ഇത്ര ഇടാം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 4 വേണമെന്നില്ല കേട്ടോ, ഒരു 2-3 ആയാലും മതി. അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇത് കേക്ക് പോലെയാണ്, അതുകൊണ്ടാണ് ഇച്ചിരി ഓയിലൊക്കെ നമ്മൾ ഇടുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഞാനിത് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്ക് പിന്നെ ഉപ്പ് വേണമെങ്കിലും എരിവ് വേണമെങ്കിലൊക്കെ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് ഈ ഗോതമ്പ് പൊടി എടുത്തിട്ട് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മിക്സ് ആകുമ്പോൾ കട്ടയാകാതെ നോക്കണം. കട്ടയില്ലാതെ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി ഇച്ചിരി വെള്ളം കുറവാന്ന് തോന്നിയാൽ കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളക്കുറവുണ്ട്, ഞാൻ അതുകൊണ്ട് കുറച്ച് പാലൊഴിക്കാം. കൂടിപ്പോകണ്ട, നമുക്ക് കുറേശ്ശെ വേണം നമ്മൾ ഒഴിക്കാൻ. ഇപ്പം ഞാൻ എടുത്തു വെച്ചിരുന്ന 3/4 കപ്പ് പാലും ഇതിലേക്ക് ഒഴിച്ചു. കണ്ടോ? ഇപ്പോൾ ഈ ഒരു ഇത് ഒത്തിരി ലൂസ് ആവണ്ട കേട്ടോ. ഇനി അഥവാ വേണമെന്നുള്ളവർക്ക് കുറച്ച് പാലിടാം, പക്ഷേ ഇപ്പോൾ ഇത് മതി. ഈ ഒരു പരുവത്തിന് വെക്കണം. ഞാനിതിൻ്റെ ഉപ്പ് നോക്കി. ഇപ്പോൾ ഇതിന് നന്നായിട്ട് ഉപ്പുണ്ട്, അപ്പോൾ അത് മതിയാവും. വെജിറ്റബിൾ ഇട്ടാലും കൂടുതൽ വേണ്ടി വരില്ല. ഇനി നമുക്കിതിൽ എനിക്ക് കുറച്ചുകൂടി ഒരു പെപ്പർ പൗഡർ വേണം തോന്നി, ഞാൻ കുറച്ച് ഇടുകയാണേ. ഒരു ചില്ലി ഫ്ലേക്സ് ഒരു കുറച്ച്, കാരണം പൊടിക്കൊരു വേണം. ഇനി പച്ചമുളക് വേണ്ടവർക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതായാലും ഇട്ട് കൊടുക്കാം. എരിവിന് ഇപ്പം നിങ്ങൾക്കിടെ ഇഷ്ടം പോലെ ഇടുക. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ കുറച്ച് ബ്രൊക്കോളി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കാബേജ് ഉണ്ട്, സ്പ്രിംഗ് ഒനിയൻ ഉണ്ട്, പൊട്ടറ്റോ, ഒരു സവോള, പിന്നെ ക്യാപ്സിക്കം റെഡും യെല്ലോയും ഓറഞ്ചും. ഗ്രീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ഉപയോഗിക്കാം. എല്ലാം ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വീതം ഇതിലേക്ക് ഇടുകയാണ്. ഇതൊന്ന് മിക്സാക്കി നോക്കാം. ഒരു സവോള ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ 1/2 കപ്പ് വീതം ഇടുക ആദ്യം. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് പിന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാം ഒന്ന് മിക്സാക്കാം. വെജിറ്റബിൾ ഞാൻ എല്ലാം ഇതിലേക്ക് ഇട്ടു. ഞാനൊരു സവോള മാത്രം ഫുള്ളായിട്ട് ഇട്ടു. പിന്നെ ക്യാപ്സിക്കം എല്ലാം കൂടെ അരിഞ്ഞത് 1 കപ്പോളം ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ 1/2 കപ്പ് വീതമാണ് ഇട്ടത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഇവിടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മളുടെ പ്ലം കേക്ക് പോലെയൊക്കെ തന്നെ ഫ്രൂട്ട്സിന് പകരം നമ്മൾ വെജിറ്റബിൾ ഇടുന്നു. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാട്ടോ. ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഇത് നല്ലൊരു കേക്കാണ്. ഇനി ഇത് ഞാൻ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഈ ട്രേ ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നതാണ്. കാരണം ഇത് ഒന്നിലെ അടിയിൽ ബട്ടർ പേപ്പർ വെക്കണം, അല്ലെങ്കിൽ നന്നായി ഗ്രീസ് ചെയ്യണം, അല്ലെങ്കിൽ
ഇത് അടിപ്പിടി ഇച്ചിരി ഒരു കേക്ക് പോലെയല്ല, കുറച്ചുകൂടെ ഒന്ന് അടിയിൽ ഇത് പിടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 തരമുണ്ട്, മസാല ചീസും ഉണ്ട്, ചെഡാർ ചീസും ഉണ്ട്. രണ്ടെണ്ണം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് വേണേലും എങ്ങനെ വേണേലും ഇടാം. ഇപ്പം ഞാൻ ഇങ്ങനെ ചീസ് ഇപ്പോൾ ചിലർക്ക് പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ളവർ ഇപ്പോൾ ചീസ് കിട്ടിയില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം കൂടെ ഒരു മുട്ടയും കൂടെ ഇട്ടാൽ മതി. അത് മിക്സ് ചെയ്യണ കൂട്ടത്തിൽ തന്നെ ഇപ്പം ഞാൻ 3 മുട്ടയല്ലേ എടുത്തത്, നിങ്ങളിടുമ്പോൾ അപ്പോൾ 4 എടുക്കുക. ചീസിന് അങ്ങനെ ഒരു പ്രത്യേക കണക്കൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ആക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം ചീസെല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. കേക്ക് പോലെ തന്നെ 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വയ്ക്കാം. ഒരു 35 to 40 മിനിറ്റ്സ് എടുക്കും. നമ്മുടെ വെജിറ്റബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് 35 മിനിറ്റ് എടുത്തു ഇത് റെഡി ആവാനായിട്ട്. നമ്മൾ ചീസ് ഉപയോഗിക്കുമ്പം ഓയിലിൻ്റെ അളവ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ ഇട്ടു, അത്രയും വേണമെന്നില്ല, 1 ടേബിൾ സ്പൂൺ ഓയിലായാലും മതി. ഈ കേക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു കേക്കാണിത്. ഇപ്പോൾ കേക്ക് നല്ല ചൂടായതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാത്തത്. നല്ല തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാവുള്ളൂ. പിന്നെ കഴിക്കുമ്പോൾ വേണമെങ്കിൽ ഓവനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചൂടാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.